ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ കൽപ്പയിലാണ്. ഇന്നലെ സ്റ്റേ ചെയ്ത് കൽപ്പയിലായിരുന്നു. ഞങ്ങൾ കാസയിൽ നിന്ന് കൽപ്പയിലോട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് മോർണിംഗ് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇന്ന് ഞങ്ങൾ ഷിംലയ്ക്ക് പോകും കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഇവിടുത്തെ. അവിടുന്ന് ഷിംലയ്ക്ക് പോകും. ഷിംലയിൽ നിന്ന് രാത്രിയാണ് ബസ് ഡൽഹിയിലോട്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. രാവിലത്തെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ, ഫ്രഷാക്കി. ഇപ്പോൾ ഞങ്ങൾ പാക്കിങ് പരിപാടിയിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാൽ പോയ വരുന്നുണ്ടോ. റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതാണ് വ്യൂ. ഇതാണ് കിന്നർ കൈലാഷ് എന്ന് പറയുന്നത്. അവിടെ സൂര്യൻ്റെ റേസ് അടിക്കുന്നുണ്ടോ നൈസായിട്ടില്ലേ. ആ ടെമ്പറേച്ചർ ഇന്നെന്ന് പറയുന്നത് ഇപ്പോഴത്തെ -3 ആണ്. അത് നമ്മൾ മുന്നേ വന്നതിനെക്കാട്ടിലൊക്കെ കുറവാണ്, കൂടുതലാണ്. ഇന്നലെയൊക്കെ -6 ഒക്കെ ആയിരുന്നു, ഇപ്പോൾ -3 ഉള്ളൂ. പിന്നെ ഇവിടെ കിന്നർ കൈലാഷ് പറഞ്ഞിട്ട് ഈ ഭാഗത്തുണ്ടോ, ഇവിടെ ആയിട്ടൊരു ശിവൻ്റെ സ്റ്റാച്ചു, നാച്ചുറലായിട്ടുണ്ടായൊരു ശിവലിംഗം ഉണ്ട്. അതുകൊണ്ട് അതിനെ കിന്നർ കൈലാഷ് എന്ന് അറിയപ്പെടുന്നതിന് കൈലാഷം അതിനെ. പിന്നെ അങ്ങോട്ട് പോകാനുള്ള ട്രക്കിൻ്റെ ബേസ് ക്യാമ്പ് കൂടെ ഉണ്ട്. 2 ദിവസത്തെ ട്രക്ക് എന്തോ ആണ് ഇവിടെ നിന്നാണ് മോളിക്കുന്നത്. 2 പോരാ, എത്ര പറഞ്ഞേ, 5 ദിവസത്തെ ട്രക്ക് അവിടുന്ന് മുകളിലോട്ട് പോയാൽ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇപ്പോഴേ അതിൻ്റെ ഇപ്പുറത്തെ മലയിൽ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര കുറച്ച് തോന്നുന്നത്. നമ്മൾ താഴ്ന്നു നോക്കുകയാണെന്ന് നല്ല മുകളിലോട്ടാണത്. ഞങ്ങൾ കഴിക്കാൻ പോകും കേട്ടോ. മോയ്സ്ചറൈസറൊന്നും ഇല്ലാതെ ഇവിടെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് വലിയ ചെയ്യാം ഒന്നിച്ച്. ഉണ്ടാകും കേട്ടോ, പൊട്ടി പോയിക്കണം കുറേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അർജുന ആദ്യമേ തഴുതി ഇറങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഇറങ്ങാൻ പോവാം. എന്തൊക്കെയോ പ്ലാക്കിങ്ങാന്ന് പറഞ്ഞ് നിൽക്കുമോ, കുറേ നേരമായി. വായോ, ഞങ്ങൾ താഴോട്ടെത്തി. നമ്മുടെ വണ്ടി സ്റ്റാർട്ടൊക്കെ വെക്കി വെച്ചിട്ടുണ്ടാവും. എൻ്റെ ഒരാളുണ്ട് അവിടെ പോയുള്ള ആൾക്കാരാണ്. ഡോറ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആലു പൊറോട്ട, പിന്നെ എന്താ ബ്രെഡ് ഉണ്ട്, കർഡ്, പിന്നെ ബ്രെഡ് ടോസ്റ്റ്, പിന്നെ നെയ്യ്, പഞ്ചസാര, അച്ചാർ, കോഫി. അപ്പോൾ ഗൈസ് റൂമൊക്കെ വൃത്തിയാക്കി ഞങ്ങളത് ഇറങ്ങുക. ഇനി ഷിംലയിലോട്ട്. പെട്ടിയൊക്കെ അവർ കൊണ്ടുപോയി താഴോട്ട്. താഴോട്ട് ഇറങ്ങി. അപ്പോൾ താഴ്ത്തിക്ക് ഇറങ്ങട്ടെ. ഇവിടെ എന്താ വിട്ടേക്കണു. ആദ്യം ഇറങ്ങി ഓടി വന്നാ എന്താ വാട്ട് യു വാണ്ട്. നമ്മളവിടുന്ന് പോന്നു. ഇനി നേരെ ഷിംല. ഷിംല അല്ല, രാംപൂറിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഷിംലയിലോട്ടുള്ള വഴി തിരിഞ്ഞ് കയറിയിട്ടോ. എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ വന്ന വഴിക്കല്ലാതെ നേരെ കർച്ചൻ ഡാമിൻ്റെ അങ്ങോട്ട് എത്തുന്നൊരു വഴിക്ക് കൽപ്പേന്ന് വഴിയുണ്ട് പറഞ്ഞ് നമ്മൾ ആ വഴിക്ക് പോന്നു. കഥാ ഹിൽ സൈഡ് കൂടുതലുള്ള വഴി തന്നെയാണ്. നല്ലപോലെ ലാൻഡ് സ്ലൈഡുള്ള സ്ഥലമാണ്. കല്ലൊക്കെ ഉരുണ്ട് വരുന്ന സ്ഥലമുണ്ട്. നല്ല ചില്ല് ക്ലൈമറ്റ് ഇന്നും കൂടി ഉള്ളൂ നമുക്ക് ഈ ചിൽ ക്ലൈമറ്റ്. ബാക്കിയൊക്കെ ഇനി ഡൽഹിയിലത്തെ പൊല്യൂഷനിലോട്ടാണ് നാളെ രാവിലെ ആകുമ്പോഴേക്കും. വഴി സൂപ്പറാ. വെയിൽ കണ്ടോ, ഇങ്ങോട്ട് എത്തണില്ല, പൊന്തി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ്ടോ സൂര്യൻ അതിൻ്റെ ബാക്കിൽ ഒളിച്ചിരിക്കുക. ചിൽ. ഗൈസ് ഇത് കണ്ടോ, കർച്ചൻ ഡാമാണ്. വെള്ളം നിറഞ്ഞിരിക്കണോ, പച്ച വെള്ളം. വീണ്ടും നമ്മൾ പഴയ വഴിയിലോട്ട് എത്താറായി. നമ്മളിവിടെ പഴയ സ്കൂളത്തെ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ സ്കൂൾ അത് സെൻഡ് ഓഫ് സ്കൂളത്തെ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു.
ഫസ്റ്റ് അടിച്ചിരിക്കുന്നു ഗൈസ് ഈ വഴി കൂടെ. അപ്പോൾ ബയ്യ പറഞ്ഞില്ലേ വിശ്വാസം ഇവിടെ നിർത്തിയിട്ടേ പോവുള്ളൂ പറഞ്ഞു. അപ്പോൾ അത് ആ അമ്പലത്തിലെത്തിയിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ ഒന്ന് പോയിട്ട് നമുക്ക് വരാം. ഇന്നത്തെ കുറി കിട്ടി. കുറി കാണണ്ടോ? ആ ഉണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ഇന്നത്തെ കുറി കിട്ടി. മുട്ടിയൊക്കെ എന്തൊക്കെയായി. അപ്പോൾ നമുക്ക് പോവാം. എൻ്റെ ബയ്യ പോയി. പ്രസാദം കിട്ടി, കുറിയും കിട്ടി, പോയി. ഇപ്പോൾ നമ്മൾ കണ്ട മോളിക്കുള്ള റോഡായിരുന്നു. നമ്മൾ ഇവിടുന്ന് കണ്ട മോളിക്കുള്ള റോഡായിരുന്നു നമ്മൾ നേരത്തെ സറാഹന് പോയത്. ആ റോഡ് ആ റോഡ് കൂടെ നമ്മൾ സറാഹൻ പോയി. ഭീംകാളി ടെമ്പിളൊക്കെ ഇല്ലേ, ഭീമക്കാളി ടെമ്പിൾ അതൊക്കെ അവിടെയായിരുന്നു. സോ നൗ നമ്മൾ ഷിംലയിലോട്ട് ഇനി ഒരു 4 മണിക്കൂർ ഉണ്ടാവും. നമ്മൾ എവിടെയോ എത്തിയെന്നോ കണ്ടോ, നല്ല വ്യൂ അല്ലേ. എവിടെ നിർത്തിയാലും നല്ല വ്യൂ ആണ് ഗൈസ്. 4 പുറവും മലകൾ. അതെ ഗൈസ്, കണിക്കേ മാക്സ് ആണിത്, മാക്സ്. ഇവൻ ഇപ്പോഴും ഗോൾഡ് പ്ലേൻ്റെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പരിപാടി വീണ്ടും തന്നെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ എന്താ ഫുഡ് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിർത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. ബയ്യ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ബയ്യക്ക് മിസ്സായിപ്പോയി. അപ്പോൾ കുറച്ചപ്പുറത്ത് ഞങ്ങളിങ്ങനെ തിരഞ്ഞ് റോഡ് സൈഡിലൊന്ന് കണ്ടപ്പോൾ നിർത്തിയതാണ്. പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല വെയിലാണ് ഗൈസ്. ഇത്ര ദിവസത്തെ സുഖമൊക്കെ ഇപ്പോൾ കുറയും. ഇവിടെ നമ്മൾ കഴിക്കാൻ വന്നിരിക്കണേ ഫുഡ് ലവേഴ്സ്. ഹാഫ് താലി രാജുമയും ചാവലും. ഇത് ഫുൾ താലി രാജ്മ, ചാവൽ, സാലഡ്, ദാല്, ഒരു മസാല കറി, ആലു മട്ടർ, പിന്നെ 5 റൊട്ടി. ഓ കടി മോരിൻ്റെയാണ്, ദാലല്ലത്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയേ. നല്ല ഫുഡായിരുന്നു. ഒരു ചില്ലി ചിക്കനൊക്കെ മേടിച്ചു. നല്ല ഫ്രഷ് ചിക്കനാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്ന് മേടിച്ചുകൊണ്ടെന്ന് ഉണ്ടാക്കിയത്. വേറൊക്കെ 1 മണിക്കൂർ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ വണ്ടി കയറട്ടെ. പയ്യെ കുറച്ച് അപ്പുറത്തെ വണ്ടി നിർത്തിയത്. ഞങ്ങൾ എങ്ങനെ പോയാലും 1 മണിക്കൂറൊക്കെ എടുക്കും ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി പുറത്തേക്ക് ഇറങ്ങാൻ. ബയ്യാണെങ്കിൽ പെട്ടെന്ന് 20 മിനിറ്റിൽ പരിപാടി കഴിഞ്ഞ് പോകും. ഇനി ഇവിടുന്ന് 3 മണിക്കൂറാണ് ഷിംലയ്ക്ക് കാണിക്കണേ. അവിടെ തട്ടാ ഇനി വണ്ടേ കാണാം. भैया अभी सब निकल रहा है. हाँ ഗൈസ്, പണ്ടാരോ പറഞ്ഞ പോലെ ചിക്കൻ കടിച്ച പല്ലടെ പോകില്ല. ഓ ഷിംലയിലുള്ള വഴിയിലാണ് ഇപ്പോൾ കണ്ടോ. ഫുൾ നമ്മൾ ഇത്രയും ദിവസം കണ്ട പോലെ ഒന്നുമല്ല. ഷിംലേൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഫുൾ ഗ്രീനറി, അങ്ങനത്തെ വൈബായി. ഒക്കെ ഓരോ ഡെസ്റ്റിനേഷനും ഓരോ ഭംഗിയാണ്. അതുപോലെ ഷിംലയിലുള്ള ഇതൊക്കെ. ഇനി ഓൾമോസ്റ്റ് 2 hours കൂടി ഉണ്ട് ഷിംലയിലോട്ട്. ഒന്ന് ഭയങ്കര പക്ഷേ ലോങ് ജേർണി ആയിരുന്നു. മോർ ദാൻ 200 kilometers ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ. ഗൈസ്, നമ്മളെവിടെയോ എത്തി. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ചായ കാപ്പി എനിത്തിങ്. അപ്പോൾ നോക്കട്ടെ എന്തെങ്കിലും ലൈറ്റായിട്ട് കിട്ടുമോ. ഒരു സാധാ ചായക്കടയിൽ നിന്നുള്ള വ്യൂ ആണ് ഗൈസ്. അടിപൊളി ചായക്കട, അവിടെ നിന്നുള്ള വ്യൂ ആണിത് ഗൈസ്. നമ്മളിപ്പോൾ ഷിംല എത്താറായി. ഓൾമോസ്റ്റ് റീച്ചിങ് ഷിംല. ആ കാണുന്ന കാഴ്ചയുണ്ട് ഷിംലയിൽ. ഈ ഭാഗത്ത് കാണുന്ന എല്ലാ വീടുകളും മലേൻ്റെ താഴ്വാരത്താവും. കറക്റ്റായി പോവും താഴ്വാരം. നമ്മൾ ഫസ്റ്റ് പോകുന്നത് മാൾ റോഡിലേക്കാണ്. നമ്മളെ മഞ്ഞുമലന്നൊക്കെ കുറേ ദൂരമായി ഗൈസ്. നമ്മൾ ഷിംലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയൊക്കെ ഭയങ്കര ബ്ലോക്കും പൊടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
നിരങ്ങിട്ടാണ് പോണത്. ഈ ബസ്സാണെങ്കിൽ മുന്നൊന്നും പോകണമില്ല. അവിടെ ഒരു കല്യാണം ഉണ്ട്, അതിൻ്റെ തിരക്കാണോന്നാവോ? ഇതേ അവിടെ ഒരു കല്യാണം ഉണ്ട്, കാണാണ്ടോ? പിന്നെ സൂമാക്ക് ഇങ്ങനെ പറ്റുള്ളൂ. കല്യാണത്തിൻ്റെ ബാരാത്ത് കാണാണ്ട് ഇവിടെ. ബാരാത്ത് ഇവിടെ കാണാനില്ലല്ലോ. ഇല്ല, ഇതാണ് ചെക്കൻ. ഞാൻ കൊമ്പത്ത് നിൽക്കണതാ തോന്നുന്നു ചെക്കൻ. കല്യാണ വീടാ തോന്നുന്നതാ, പന്തലൊക്കെ. ഇപ്പോഴും നല്ല ബ്ലോക്കാണ്. നമ്മൾ ഏറെക്കുറെ ഒരു 4 കിലോമീറ്റർ പോകാൻ അരമണിക്കൂറൊക്കെ കാണിക്കുന്നു. നമ്മൾ നിരങ്ങി പോവുകയാണ്. 2400 മീറ്റർ ഹൈറ്റിൽ നമ്മൾ കുടുങ്ങി കിടക്കുകയാണ് ഗൈസ്. ചുറ്റും പൈൻ ഫോറസ്റ്റ്. അപ്പോൾ ഗൈസ് ഭയ്യ നമ്മളെ വഴിക്കിലിറക്കി വിട്ടു. എന്നിട്ട് ഞങ്ങളോട് മാൾ റോഡിലൊക്കെ പോയിട്ട് വരാൻ പറഞ്ഞു. ഷിംലയിൽ ഇരുട്ടാണ് അല്ലേ? ഞാനേ വെളിച്ചത്തിലെത്തിയിട്ട് ഒന്നുകൂടി ഭയ്യ നമ്മൾ ആ ലൈറ്റ് കാണില്ലേ അവിടെ ഇറക്കി വിട്ടു. പിന്നെ ഞങ്ങൾ ഇതാ കറങ്ങി ഇത് കൂടെ കയറി വന്നു. അങ്ങനെ മുകളിലേക്ക് മാൾ റോഡ് പോകാമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു ടണൽ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ കൂടെ വന്നു. വീണ്ടും കുറേ സ്റ്റെപ്പ് കയറാണ്ട് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഗൈസ് മാൾ റോഡിലെത്താനായി. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? ഫുൾ ഷിംല കാണാം. അവിടെ ഇന്ത്യൻ ഫ്ലാഗും ഉണ്ട്. അമ്മ വേറെ കൂടെ താഴെ വരെ എത്തണം എന്നാ പറഞ്ഞ് നടക്കുന്നു. കുഴങ്ങി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇത് വാങ്ങിച്ചു ഇവിടുന്ന്, ജാപ്പനീസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എന്തോ ഒരു പൊടിയൊക്കെ ഇട്ട് തരുന്നുണ്ട്. 50 രൂപ കേട്ടോ ഒന്നിന്. അപ്പോൾ പോവാ, ഇനി മോളിക്ക് നടക്കാം. നമ്മൾ മാൾ റോഡിലെത്തി. മാൾ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ മിഠായി തെരുവും ഒക്കെ പോലത്തെ ഒരു സ്ഥലമാണ്. എല്ലാ സാധനങ്ങളും ഇങ്ങനെ സ്ട്രീറ്റിലുണ്ടാവും. എല്ലാ സാധനവും ഇങ്ങനെ സ്ട്രീറ്റിലുണ്ടാവും. ഉണ്ടോ? ഇത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൽ ബ്രിട്ടീഷുകാർ സെറ്റപ്പ് ചെയ്തതാണ്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഏറെക്കുറെ 1 കിലോമീറ്ററിനെക്കാട്ടിലും മുകളിൽ ദൂരത്തിൽ ഇങ്ങനെ സ്റ്റോർ ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ ഇവിടെ നൈസ് വ്യൂ കണ്ടില്ലേ? നേരത്തെ അവിടെ നിന്ന് കാണിച്ച ആ ഇന്ത്യ ഗേറ്റിൻ്റെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ അവിടെ എത്തി. ഇതാ കുറേ കുതിരകളുണ്ട് ഹോഴ്സ് റൈഡിന്. ഇപ്പുറത്ത് ഇതാ മഹാത്മാഗാന്ധി ഇതായ നിൽക്കണോ അതിൻ്റെ മുകളിൽ. ഫാദർ ഓഫ് നേഷൻ എന്നൊക്കെ എഴുതിയിട്ട് ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു പാർക്കിൻ്റെ ഇടയിൽ കൂടെ അയക്കി ഇറങ്ങുക. അമ്മൂലെ ബാക്കിൽ വരുന്നുണ്ട്. ഞാൻ ബക്ലാവ് എടുത്ത് ഇങ്ങനെ ഇട്ടതാണ്, മുഖം മൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. തല മാത്രം മൂടി. അതുകൊണ്ട് ഇതിപ്പോൾ ഈ മോൾ റോഡിലെ ആൾക്കാർ നടക്കുന്നത് കണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ മറ്റേ ഫുഡ് സ്ട്രീറ്റ് ആട്ടോ. ഇതുണ്ടോ കഫേ. ഇവിടെ വേറൊന്ന് ഹണി ഹട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഡ്രസ്സ് ഷോപ്പ് ഉണ്ട്. അതുപോലെ അമേരിക്കൻ ടൂറിസ്റ്റ് ബ്രാൻഡഡും അല്ലാത്തതൊക്കെ മിക്സാണ് അവിടെ. ഗൈസ് ഇതാണ് സിദ്ധു, ഇവിടുത്തെ ഫേമസ് സാധനം. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇതാ ഇവിടെ നിന്ന് വിളിച്ചു. ആ മുകളിൽ കാണുന്ന കണ്ടോ ഹനുമാൻ്റെ സ്റ്റാച്ചു? നല്ല വ്യൂ അല്ലേ ഇവിടുന്ന്? ആ ബാക്കിങ് ചൂണ്ടിക്കണി അതാണ് ഗൈസ് കശ്മീർ. എന്തോ ഒരു ട്രഡീഷണൽ സാധനം. ഗൈസ് അത് കശ്മീരി അല്ല കേട്ടോ, തെറ്റിപ്പോയി. ഹിമാചലത്തെ കല്യാണ ഡ്രസ്സ്. പിന്നെ അതവിടെ മൊണ്ടേ കാർലോ, സോണീൻ്റെ സെൻറ്റർ, നിക്കോൺ കുറേ ഉണ്ട്. ഫുൾ ബ്രാൻഡഡ് ഷോപ്പുകളാണ്. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മനുഷ്യൻ, പോലീസുകാരനാണ്. അമ്മുദേ ഇവിടെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കാൻ വേണ്ടി ഇതാ ഹൈലൻഡ് കഫേയിൽ വന്ന് നിൽക്കുക കേട്ടോ. ഇപ്പം എന്താ എടുക്കണമെന്നല്ലേ? ഇതുണ്ടോ ആ മുകളിലത്തെ മൂണിനെ സൂം ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇതാ മുകളിൽ കൂടെയൊക്കെ ചാടി കയറി പോകുന്നുണ്ട്. മോൾ റോഡ് വൈബ് തന്നെ. ഇപ്പം തിരക്കില്ലാത്ത സ്ഥലത്തെത്തി ഞങ്ങൾ നടന്ന്. വേണോ? അത് ശരിയാണല്ലോ, തണുപ്പത്ത് വേണ്ട.
നമ്മൾ ഓരോ കടകൾ മാറി മാറി പോകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ AG ചൗക്കിക്ക് നടക്കുകയാണ്. ഇതവിടെ ആർമീൻ്റെ ഒരു സാധനം കണ്ടേ, ട്രെയിൻ ടു ഫൈറ്റ്. ആർമീൻ്റെ ഒരു ബോർഡും മോണ്യുമെൻ്റൊക്കെ അവിടെ നിന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഡെഡിക്കേറ്റഡ് ടു ദ പീപ്പിൾ ഓഫ് ഷിംല. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, 14th June 2024, 6 മാസം. ഇതും ആർമീൻ്റെ ഒരു ഇതാണ് കേട്ടോ ഗൈസ്, മിലിറ്ററീൻ്റെ ഫ്ലാഗ് പിടിച്ചിട്ടുണ്ട് എല്ലാവരും കൂടി. ഇതെന്താണ് എഴുതിക്കണേ, മൈ കൺട്രി മൈ മിഷൻ മൈ കോംറേഡ്സ് മൈ ഡ്യൂട്ടി. ഇവിടെ ആർമീൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ബാക്കിലുണ്ടോ ഷിംല ടൗൺ കാണാം, നല്ല വ്യൂ അല്ലേ, ലൈറ്റ് കടന്നാലേ മനസ്സിലാവുള്ളൂ അല്ലേ. ഓ സൂപ്പർ, ഷിംല സിറ്റീൻ്റെ വ്യൂ ആണിത് കണ്ടോ, ഫുൾ 180 ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അമ്മത് അവിടെ ഒരു ബേൽപൂരി വാങ്ങാൻ നിന്നാൽ മേടിച്ചിട്ട് പോവാം. ദേ ഭയ്യ ഞങ്ങളവിടെ പാർക്കിങ്ങിലാക്കി പോയില്ല, ഞങ്ങൾ ബസ് വന്നിട്ടേ പോകുന്നുള്ളൂ. ഗയാ പहुंच गया. ബസ് ഈ പാർക്കിങ്ങിൽ വരുന്നാന്ന് വിചാരിക്കുന്നത്, വരുമ്പോൾ നോക്കാം, ഒരു 8:45 ആകുമ്പോൾ വിളിച്ച് നോക്കാം. ഭയ്യൻ്റെ അടുത്ത് വന്നാൽ മതി എന്നാണ് പറയുന്നത്. ഭയ്യൻ്റെ നമ്പർ കാണിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കുക. കിസി കോ ബി ആവശ്യമൊക്കെ എത്തും ഭയ്യ ആയേക. ഹിമാചൽ മേ എവിടെ വേണമെങ്കിലും ഭയ്യ കൊണ്ടുപോകുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് വേറെ ഇടയിൽ ആരും ഇല്ലാതെ തന്നെ ഭയ്യൻ്റെ അടുത്ത് നേരെ വന്ന് വിളിച്ചാൽ മതി. ഭയ്യ നല്ല വിലക്കുറവുള്ള സ്ഥലങ്ങളും, വിലക്കുറവല്ല നല്ല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നു. പിന്നെ മറ്റേത് വെച്ച് നോക്കുന്ന സമയത്ത് ചീപ്പായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അതെ ഈ കാണുന്നതാണ് ഷിംല ടൗൺ. ഇവിടെയാണ് പാർക്കിങ്. ഇതാണ് മിക്ക ബസ്സുകളും, പ്രൈവറ്റ് ബസ്സസും ഇവിടെ നിന്നാണ് എടുക്കുക. പിന്നെ നമ്മൾ വന്നപ്പോഴും ഇവിടെ തന്നെ ഇറങ്ങി കേട്ടോ. അപ്പം ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് തിരക്കായതുകൊണ്ട് ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ രാവിലെ എത്തി. ഇപ്പോൾ രാത്രി വേറൊരു വൈബ്. ചന്ദ്രൻ കണ്ടു ഗൈസ്, ഫുള്ളാണ്, ഫുൾ മൂൺ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ബസ് കയറിയ, നമ്മൾ ആദ്യം ബാക്ക് സീറ്റ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബുക്കിംഗ് മാറ്റി വേറൊരു ബസ് തന്നു. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് സീറ്റ് കിട്ടി, ഫ്രണ്ട് സീറ്റ് തന്നെ. അമ്മൂടെ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാണ്. അത് വന്നു, ഇനി കട്ട് ചെയ്യാൻ വയ്യ. അപ്പോൾ ഗൈസ് കഴിക്കട്ടെ. ഞങ്ങൾ ബർഗറൊക്കെ മേടിച്ചിട്ടുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ബർഗർ അതൊക്കെ കഴിച്ചുകൊണ്ട് വണ്ടിയിലിരിക്കുക. നാളെ രാവിലെ ആകുമ്പോൾ എത്തുള്ളൂ. അപ്പോൾ ബൈ, ഇനി ഡൽഹിയിലെത്തിയിട്ടാണ്.